ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർത്തല റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര മൂകാംബിക ക്ഷേത്രത്തിലോട്ടാണ്. നമ്മുടെ ട്രെയിനുള്ള സമയമായി. ഇതാണ് ഭാരതപ്പുഴ. പ്രകൃതി ഭംഗിയാൽ വളരെ സമ്പന്നമാണ് ഈ നിളയുടെ തീരങ്ങൾ. വെറുമൊരു നദി എന്നതിനേക്കാൾ ഭാരതപ്പുഴ ഒരു സാംസ്കാരിക ചിഹ്നം കൂടിയാണ്. നിളയെന്നും ഗായത്രി എന്നും മംഗല നദി എന്നും സംസ്കൃതത്തിൽ വിളിപ്പേരുണ്ട് ഭാരതപ്പുഴയ്ക്ക്. അപ്പൊ നമ്മുടെ യാത്രയുടെ ഏകദേശം മുക്കാൽ ഭാഗം കഴിഞ്ഞ് നമ്മൾ കേരളം വിട്ട് കർണാടകയിലെത്തി. മംഗലാപുരം സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ട്രെയിനാണ്. അപ്പൊ നമ്മള് ബൈന്ദൂരാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. അവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്ര പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലോട്ടുണ്ട്. അവിടെ നമുക്കൊരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വേണം പോകാൻ. ഞാൻ മാത്രമല്ല, കുറച്ച് ആളുകൾ കൂടി എന്റെ കൂടെ ഉണ്ട്. അത് ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, നമ്മള് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഈ മൂകാംബിക ക്ഷേത്രത്തിലോട്ട് മാത്രം. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് വേണം ക്ഷേത്രത്തിലോട്ട് പോകാൻ. അതെ, അതേണോ? ആ വണ്ടി അത് എടുത്തോളാൻ പറയാം. ഞാൻ ആൾക്കാരെ വിളിക്കും. ഇത് ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന കവാടമാണ്. ഇപ്പൊ നമ്മൾ റൂം എടുക്കാൻ പോവുകയാണ്. ഏകദേശം 1 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് അമ്പലം. നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം 200 മീറ്ററോളം അമ്പലത്തിലോട്ട് നടക്കണം. ഞാൻ പ്രധാനമായും പറഞ്ഞൊരു സർപ്രൈസ് ഇതാണ്. എന്റെ മോളെ അക്ഷരം എഴുതിക്കാനാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. പുലർച്ചെ മുതലേ മഴയുണ്ട്. ഇപ്പോഴും നല്ല മഴ, നല്ല തകൃതിയായി പെയ്യുകയാണ്. ഇതാണ് ക്ഷേത്രം. വളരെ പ്രൗഢിയോടുകൂടിയുള്ള ഒരു ക്ഷേത്രമാണിത്. വിദ്യാരംഭ ദിവസമാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷം. ഇന്ന് വലിയ തിരക്കുകളൊന്നും ഉണ്ടായില്ല. അപ്പൊ നമ്മള് മൂകാംബിക ക്ഷേത്രത്തിലെത്തി. പ്രധാനമായിട്ട് ഇന്ന് ഞാൻ ഈ അമ്പലത്തിലോട്ട് വരാൻ കാരണം എൻ്റെ മോളെ കൊണ്ട് അക്ഷരം എഴുതിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വലിയൊരു ആഗ്രഹം വരുന്നു. ഇങ്ങനൊരു സംരംഭം നടക്കുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം വെച്ചാൽ അത്രക്കൊരു സിറ്റുവേഷൻ ഞാൻ കഴിഞ്ഞുകൂടിയാണ് ഇപ്പോൾ ദേവീക്ഷേത്രത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ശേഷമാണ് ഞാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയും എന്നോടുള്ള സ്നേഹവും നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കൊണ്ടൊക്കെ അധ്യക്ഷൻ കുറിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് സരസ്വതി മണ്ഡലം. ഇവിടെ വെച്ചാണ് എല്ലാവരും കുട്ടികളെ കൊണ്ടുവന്ന് അധ്യക്ഷനം എഴുതിയിരുന്നത്. പ്രധാനമായിട്ടും നവരാത്രി ദിവസം, അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് വിദ്യാരംഭ ദിവസമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ തിരക്കുണ്ടാകുന്നത്. ഇവിടുത്തെ പ്രധാന ദിവസം എന്ന് പറയുന്നത് ഈ നവരാത്രി ദിവസമാണ്. അത്യാവശ്യം നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നത് കൂടുതലും മലയാളികളാണ് ഈ ക്ഷേത്രത്തിൽ അധികവും സന്ദർശിക്കാറ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബരിമലയും ഗുരുവായൂരും ഒക്കെ പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ വരുന്ന പോലെയാണ് ഇവിടെ മലയാളികൾ വരുന്നത്. ഞാനിവിടെ വന്ന് കണ്ടിട്ടും അത്യാവശ്യം ഹോട്ടൽ റൂം എടുത്തൊക്കെ എല്ലാവരും മലയാളികളാണ്. വലിയ തിരക്കുകളൊന്നും ഇന്നത്തെ സിറ്റുവേഷനിലില്ല. ഈ ജൂലൈ 3-ാം തീയതിയാണ്. വലിയ തിരക്കുകളൊന്നുമില്ല. ദേവി ക്ഷേത്രത്തെ വലം വയ്ക്കുന്നതും സ്വർണ്ണക്കിടമ്പ്, അതായത് ദേവിയുടെ സ്വർണ്ണ വിഗ്രഹം ഈ രഥത്തിലേറിയാണ് ക്ഷേത്രത്തെ വലം വയ്ക്കുന്നത്. പ്രധാനമായും നവരാത്രി ദിവസങ്ങളിലൊക്കെ വളരെ വലിയ ഭക്തജനത്തിരക്കാണ് ഈ രഥം മുന്നോട്ട് ചലിപ്പിക്കുവാനും വലിക്കുവാനൊക്കെ ആയിട്ട്. അതൊരു വലിയൊരു വഴിപാടായിട്ട് തന്നെയാണ് വീട്ടുകാർ കാണുന്നത്. പ്രധാനമായും മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ഒരുപാടായി എത്താറുണ്ട്. ദേവി ക്ഷേത്രത്തെ വലം വെക്കുന്ന ഒരു ചടങ്ങാണ് ഈ കാണുന്നത്. കൂടെ ഒരുപാട് ഭക്തജനങ്ങളും വരുന്നുണ്ട്. അടിക വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണരാണ് ഇവിടുത്തെ ക്ഷേത്ര പൂജാതി കർമ്മങ്ങളിലൊക്കെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിൽ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗവർണിക നദീ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി കൊള്ളുന്നത്. എല്ലാ ജാതി മതസ്ഥർക്കും ക്ഷേത്ര ദർശനം അനുവദനീയമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത്. ഇതും ക്ഷേത്രത്തിലൊരു പ്രധാന വഴിപാടാണ്. മധുരത്തിൽ ഇത്തിരി കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് ഞാനതൊരു 2-3 വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒന്ന് നോക്കട്ടെ. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിൽ പോലും കൂടുതലും മലയാളി ഭക്തരാണ് ഇവിടെ ക്ഷേത്ര ദർശനത്തിനായി എത്താറുള്ളത്. മലയാളി ഭക്തർ ക്ഷേത്രത്തിൽ എത്താതായാൽ ദേവി മലയാളി നാട്ടിലോട്ട് തിരികെ പോകും എന്നും പറയപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി 1500 മുതൽ 2000 ഭക്തർക്ക് വരെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്.
ഇതാണ് സൗപർണിക നദി. ഈ നദിയിൽ ഇപ്പോൾ താൽക്കാലികമായി പ്രവേശനം അനുവദനീയമല്ല. അപകട സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ്. കർണാടകയിലെ അംബാവനത്തിൽപ്പെടുന്ന കുടജാദ്രി കുന്നുകളിൽ നിന്നാണ് ഈ നദിയുടെ ഉത്ഭവം. നമ്മുടെ മൂകാംബികയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഗുരുവായൂരേക്കാണ് പോകുന്നത്. അപ്പൊ മൂകാംബിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. തുടർന്ന് ഗുരുവായൂർ വിശേഷങ്ങൾ.